സ്വരാജ്യ സ്നേഹം വോട്ടിനല്ല വേണ്ടത്, അതുപോലെ പാർട്ടി വളർത്തുവാനും അല്ലിത്. വിശ്വാസി ആയാൽ അവനിതും അനിവാര്യമാ, അതുകൊണ്ട് ഭൗതിക ലക്ഷ്യമല്ല ആത്മീയമാ. നാടോട് കൂറില്ലാതെ വന്നാൽ നന്മകൾ, കൈവിട്ടു പകരം വന്നിടും പല തിന്മകൾ. സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് മുസ്ലിയാർ അവിടത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നമ്മളൊന്ന് നോക്കിയാലോ. സ്വരാജ്യ സ്നേഹം വേണ്ടതാണ് ഏവനും, ഈമാന്റെ പൂർണ്ണത അപ്പോഴാണ് മനുഷ്യനും. ഹുബ്ബുൽ വതൻ വിശ്വാസമിൽ ഉൾപ്പെട്ടതാ എന്നുള്ളതും നബി വചനമിൽ കാണുന്നതാ. സൃഷ്ടിക്കുവാൻ മന്നേതു സ്ഥലമിൽ നിന്നാ, അവസാനമതിലവൻ ചെന്നടങ്ങണമെന്നാ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നിത്. സൂറത്തു ത്വാഹ നോക്കിയാൽ കാണാമിത്. നബിയെ പടച്ചത് മണ്ണ് മക്കയിൽ നിന്നാ, അടക്കം മദീനയിലായതും എന്തിനാ. തൂഫാന്റെ കാലം മണ്ണൊലിപ്പിൽ പെട്ടുപോയി, മദീന ഭാഗമിൽ വന്നുറച്ചു നിലച്ചുപോയി. അതുകൊണ്ട് നബിയുടെ ഖബറും ഇവിടെ വന്നു എന്നുള്ള വിവരം ഹലബി 1 വന്നു. സ്വരാജ്യ സ്നേഹം വോട്ടിനല്ല വേണ്ടത്, അതുപോലെ പാർട്ടി വളർത്തുവാനും അല്ലിത്. വിശ്വാസി ആയാൽ അവനിതും അനിവാര്യമാ, അതുകൊണ്ട് ഭൗതിക ലക്ഷ്യമല്ല ആത്മീയമാ. നാടോട് കൂറില്ലാതെ വന്നാൽ നന്മകൾ, കൈവിട്ടു പകരം വന്നിടും പല തിന്മകൾ. ഓരോ മനുഷ്യ പ്രകൃതിയിൽ കാണുന്നത്, ഓരോരോ മണ്ണിനുള്ള ഗുണവും തന്നത്. സൃഷ്ടിച്ചതേതു സ്ഥലത്ത് നിന്നാണോ അത്, മാതാവ് എന്നാണേവനും കരുതേണ്ടത്. മാതാവിനോട് മഹബ്ബത്താർക്കും ഉള്ളതാ, അതുപോലെ ജന്മസ്ഥലത്തിനോടും വേണ്ടതാ. ചൂടേറ്റ് പാലും ഊറിമുലയിൽ നിന്ന് കുടിച്ചിട്ട് കൊണ്ടാ കുട്ടികൾ വളരുന്ന്. അതുപോലെ വെള്ളം വായു ഇലകൾ മൂലം വളരുന്നു കൊല്ലു മനുഷ്യനും പല കാലം. സ്വരാജ്യ സ്നേഹം ഇല്ല എന്നാൽ നാടുകൾ നശിക്കേണ്ടതായി വരുമെന്ന് തന്നെ ഖൗലുകൾ. ഉമർ ഇബ്നു ഖത്താബ് ഉണ്ടതിൽ മുൻപന്തിയിൽ, ഇത് റൗലുൽ അഖ്യാൻ നോക്കിയാൽ കാണാമതിൽ.